എല്ലാ കുട്ടികൾക്കും മാത്സ് ബി ചാനലിലോട്ട് സ്വാഗതം. മാത്സ് ബിയിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിലെ ആദ്യ ഭാഗം കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എല്ലാ ആളുകൾക്കും അറിയാം മാത്സ് എക്സാം അല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംതിങ് ചെറിയതായിട്ട് ടഫ് ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കുറവാണെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് എല്ലാ കുട്ടികളും ഉള്ളത്. നമുക്ക് ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ എങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ നോക്കാം. നമുക്ക് 3 മാർക്കാണ് ഇതിൽ വരിക. മിനിമം 3 മാർക്കാണ്, അല്ലെങ്കിൽ 2 to 3 അങ്ങനെ വേണമെങ്കിൽ പറയാം. 3 മാർക്ക്, ഒരു 3 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് നമുക്ക് കണ്ടിന്യൂറ്റിയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ നോക്കാം. നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയറും അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു, ഈ വീഡിയോയിൽ പറയുന്ന ഏകദേശം 8 to 9 ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വന്നാലും 100% ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് പാറ്റേണിൽ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുന്ന ഗ്യാരണ്ടിയാണ്. ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് കണ്ടിന്യൂറ്റിയിൽ നമ്മൾ ആകെ മെയിനായിട്ട് പഠിക്കേണ്ടത് ഒരു ഫോർമുലയെ പഠിക്കേണ്ടുള്ളൂ. ആ ഫോർമുല ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സ്കൂളിൽ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബൈ f of x equal to x plus 2 at x equal to 1 എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള NCERT ഒരു ക്വസ്റ്റ്യൻ ആണത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ജനറലി നമ്മൾ മനസ്സിലാക്കുക, കാരണം 1 മാർക്കുമായിട്ട് എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ജനറലി മനസ്സിലാക്കുക, നോർമലി ഇതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ് അല്ലേ. അത് ലീനിയർ ഫംഗ്ഷൻ ആവട്ടെ, പോളിനോമിയൽ ഫംഗ്ഷൻ ആവട്ടെ, എല്ലാ ഫംഗ്ഷൻസും എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, +1 പഠിക്കുന്നുണ്ട്. ലീനിയർ ഫംഗ്ഷൻസ് എന്താണ്, കറക്റ്റ് നമുക്കൊരു ലൈൻ സ്ട്രേറ്റ് ലൈൻ കിട്ടും അല്ലേ, എങ്ങനെയെങ്കിലും ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഒരു കാരണവശാലും x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആവാൻ പോകുന്നില്ല അല്ലേ. അപ്പോൾ 100% ലീനിയർ ഫംഗ്ഷൻസും പോളിനോമിയൽ ഫംഗ്ഷൻസും ലൈക്ക് x² സ്റ്റാർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് അല്ലേ, ഇതിൻ്റെ ഒക്കെ ഷേപ്പ് പറഞ്ഞാൽ ഇങ്ങനെ കർവിക് ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഫംഗ്ഷൻ ഓൾറെഡി എന്താടാ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഏറ്റവും ടെക്സ്റ്റിലുള്ള ഈ ബേസിക് ക്വസ്റ്റ്യൻ എക്സാമിന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% വരില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ജനറലി നമുക്കറിയാം f of x അല്ലേ, നമുക്കിതിന് കാണുന്ന ഫോർമാറ്റ് ഉണ്ട്. ലിമിറ്റ് x → c f of x equal to f of c ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ജനറലി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇത് കൊടുക്കുകയാണെങ്കിൽ x നമുക്ക് തരുന്ന x = 1 എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺസ്റ്റന്റ്. അപ്പോൾ ജനറലി അത് x = c ആണ്. x ജനറലി c ആണ്, കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മളിവിടെ കൃത്യമായിട്ട് നമ്മൾ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എന്താ വരാൻ നോക്കി നോക്ക്. നിങ്ങൾക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നിങ്ങളൊരു നോട്ട് വെച്ചിട്ട് ചെയ്തോ. c എന്ന് പറഞ്ഞാൽ 1 ആണ്. ഫംഗ്ഷൻ നമുക്ക് എന്താ ഓൾറെഡി ഗിവൺ ആയിട്ട് x + 2 ആണ് അല്ലേ. ഫംഗ്ഷൻ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ ഉണ്ട് x + 2 ആണെന്ന് അല്ലേ. സമം f of c അല്ലേ. c എന്ന് പറയുന്ന നമ്പർ നമ്മൾ എത്ര കൊടുക്കാം, 1 എന്ന് കൊടുക്കാം. അപ്പോൾ f of 1 എന്ന് കിട്ടും. അപ്പോൾ ജനറലി നമ്മൾ +1 പഠിക്കുന്നതാണ് x-ന് 1 അല്ലേ, x → 1 എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താടാ x = 1 എന്നാ. അപ്പോൾ x-ന് 1 കൊടുത്താൽ നമ്മൾ 1 + 2 ആൻസർ എന്ത് കിട്ടും, 3 കിട്ടും. നിങ്ങൾ f of 1 കൊണ്ടോക്കെ f of x ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, x + 2 ആണ് അല്ലേ. അപ്പോൾ f of 1 കണ്ടു കഴിഞ്ഞാൽ അല്ലേ എത്ര കിട്ടും, x-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ x-ന് 1 കൊടുത്താൽ 1 + 2 സമം എന്ത് കിട്ടുമോടാ, 3 കിട്ടും. അപ്പോൾ ബേസിക്കലി ഇവിടെയും നമുക്ക് എന്ത് തന്നെ കിട്ടും, 3 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആവുന്നത് എന്താ, ഇതിൻ്റെ LHS-ഉം RHS പാർട്ടും ഈക്വൽ ആണ് അല്ലേ. അതുകൊണ്ട് നമുക്കറിയാം 1-ൽ നിന്നല്ല, ഇപ്പോൾ ഈവൺ 1 അല്ല 2 ആണ് 3 ആണ്, -∞ to +∞ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും LHS-ഉം RHS-ഉം സെയിം ആവും. അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, എല്ലാ ലീനിയർ ഫംഗ്ഷൻസും ജനറലി അല്ലെങ്കിൽ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും എല്ലാ നമ്പറിലും, ഫോർ എക്സാമ്പിൾ -∞ to ∞ അല്ലെങ്കിൽ റിയൽ നമ്പറുകളിൽ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എക്സാമിന് വരുമെന്ന് ചോദിച്ചാൽ ചാൻസ് ഇല്ല അല്ലേ. ഇത് ജനറലൈസ് ചെയ്തൊരു സെക്ഷനാണ്. അപ്പോൾ ഇത് 1 മാർക്കിനൊക്കെ എവിടെയെങ്കിലും നമുക്ക് കണക്ട് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കേട്ടോ. നമ്മളിപ്പോഴും ഫോർമുല പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫോർമുല നിങ്ങൾ കാണാപ്പാടം പഠിക്കണ്ട, ഇതൊക്കെ ജനറൽ സ്കിപ്പ് ചെയ്യാം. ഇവിടെ എക്സാമിന് വരുന്നത് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇനി അങ്ങോട്ട് നമ്മൾ ആകെ ഒരൊറ്റ ഫോർമുല നിങ്ങൾ പഠിച്ചാൽ മതി. കണ്ടിന്യൂസ് ആണോ അല്ലേ എന്ന് വന്നാൽ ഒരു ഫോർമുല എഴുതിയ 1/2 മാർക്കാണ്. അപ്പോൾ ആ ഫോർമുല എന്താണ് ശ്രദ്ധിച്ചോ. ഇങ്ങനത്തെ ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോബ്ലങ്ങളും ഒരേ ഒരു ഫോർമുലയാണ് പഠിക്കുന്നത്. ഈ ഫോർമുലയാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതായത് ഏത് പ്രോബ്ലത്തിലും നമുക്കിതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ്. മിക്കവാറും K കാണാൻ വരാം, ഉറപ്പില്ല, ചിലപ്പോൾ K ആയിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ A and B എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതല്ലെങ്കിൽ Aയും Bയും കണ്ടെത്തുക
ഈ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യനെ ഇതിൽ ചോദിക്കാനുള്ളൂ. നമ്മളെ +2 ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തേ ഉള്ളൂ. അപ്പോൾ ഈ 3-4 ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നുള്ള കാര്യത്തിൽ 100% തർക്കമില്ല. അതിന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആര് കൊടുത്തിട്ടും കാര്യമില്ല. ഈ 3-4 ക്വസ്റ്റ്യൻ ചോദിച്ചേ പറ്റൂ. ഈ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിലുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ട ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്താവില്ല, നിങ്ങളുടെ മാർക്ക് നഷ്ടാവില്ല, സമയം നഷ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പഠിക്കേണ്ട ഒരേ ഒരു ഫോർമുല എന്താണെന്ന് നോക്കാം. ആ ഫോർമുല എല്ലാവരും പഠിച്ചോ, വളരെ സിമ്പിൾ ഫോർമുലയാണ്, എല്ലാവർക്കും ഓർത്തിരിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് സി. ഇടത് ഭാഗമായതുകൊണ്ട് നമുക്ക് പറയാം എന്ത്, സി മൈനസ് അല്ലേ. ഒരു നമ്പർ ലൈൻ 2 ഭാഗങ്ങൾ, ലെഫ്റ്റ് സൈഡിനെ നെഗറ്റീവ് നമ്പർ എന്ന് പറയാം. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് നമുക്ക് എന്ത് പറയാം, സി പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ മൈനസ്, നമ്പർ ലൈനിൻ്റെ ഇടത് ഭാഗത്ത് മൈനസ് ആണ്, വലത് ഭാഗത്ത് എന്താടാ പ്ലസ് ആണ്. ഈ ലിമിറ്റിനെ പറയുന്നത് LHL എന്നാ പറയാം കേട്ടോ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നാ പറയാം. അപ്പോൾ LHL, നിങ്ങൾ LHL ഇനി പഠിച്ചില്ലെങ്കിലൊന്നും കുഴപ്പമില്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താടാ RHL, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, കെ ആണ് കാണേണ്ടത്. ഓക്കെ, നിങ്ങൾ ഈ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് 2 ഫംഗ്ഷൻ ആയിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ സെറ്റ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ അറിയാം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നോക്കിക്കോ, ലിമിറ്റ് എക്സ് ടെൻസ്, ഞാൻ സി കൊടുക്കേണ്ടത് എന്താ നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് 5-ലാണ് കണ്ടിന്യൂസ് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ഇവർ പറഞ്ഞിട്ടാണ് ഈ ഫംഗ്ഷൻ x = 5 എന്താണ് കൃത്യമായിട്ട് കണ്ടിന്യൂസ് അല്ല, കറക്റ്റായിട്ട് പോകുന്നുണ്ട്, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കുക, x = 5 എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, സി കാണുന്നോട് നമ്മൾ എന്ത് കൊടുക്കുക, 5 എന്ന് കൊടുക്കുക, അതിൻ്റെ മണ്ടം ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെയും ഞാൻ എന്ത് ചെയ്യുക, ആ ഫംഗ്ഷൻ എഴുതിയിട്ടില്ല എപ്പോഴും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് 2 സ്ഥലത്തും ഏത് ഫംഗ്ഷനാണ്, ഇതിൽ ഏത് ഫംഗ്ഷനാണ് കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ നോക്കിക്കോൾക്ക്, കൃത്യമായിട്ട് ഈക്വൽ ടു 5 ഇവിടെ ഉണ്ടല്ലോ. ഒന്നുകിൽ എക്സ് സമം 5ഓ 5-നെക്കാട്ടി താഴെ. ഈ വാ പൊളിച്ചിരിക്കുന്ന ഭാഗമാണ്, ഇങ്ങനെ പറഞ്ഞാൽ വാ പൊളിച്ചിരിക്കുന്ന 5 ആണ് ഇപ്പോൾ വലുത്. ഒന്നുകിൽ 5 ഈക്വൽ ആവുക, അല്ലെങ്കിൽ 5-നെക്കാട്ടി ചെറുതാവുക, 5-നെക്കാട്ടി ചെറുതാവുക എന്നുള്ളതാണ് അത് ഉദ്ദേശിച്ചത്. 5-നെക്കാട്ടി ചെറുതാവുക നിങ്ങൾ നോക്കി നോക്കി, 5-നെക്കാട്ടി ചെറിയായി വന്ന ഫംഗ്ഷൻ ഏതാ, 3x മൈനസാ. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എന്തെന്നെ കൊടുക്കണം, 3x മൈനസ് ആയിട്ട് കൊടുക്കണം. സപ്പോസ് ഇത് മാറി ഇവിടെ കൊടുത്തിട്ട് പ്രോബ്ലം തെറ്റൊന്നുമില്ല, കിട്ടുന്ന കെയുടെ ഉത്തരമൊക്കെ ശരിയാവും. കാരണം 2 സൈഡിൽ എന്ത് കൊടുത്താലും കിട്ടാൻ പോകുന്ന കെ 100% ആബ്സല്യൂട്ട്ലി സെയിം ആണ്. അതൊന്ന് ഡെപ്ത് ആയിട്ട് ചിന്തിച്ച ആൾക്കാർക്ക് അത് മനസ്സിലാവും. പക്ഷേ നമ്മളിവിടെ കൊടുക്കേണ്ട ഫംഗ്ഷൻ മാറി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. 5-നെക്കാട്ടി ചെറുതെന്ന് പറഞ്ഞാൽ 3x മൈനസ് 8 കൊടുക്കുക, 5-നെക്കാട്ടിയും വലുത് നോക്കുക, വാ പൊളിച്ചിരിക്കുന്ന വലുത് ഇങ്ങനെയല്ലേ. അപ്പോൾ 5-നെക്കാട്ടിയും വലുത് ഫംഗ്ഷൻ ഏതാ വരിക, 2k ആണ്. ഇവിടെ നമ്മൾ സിംപ്ലി എന്ത് കൊടുക്കുക, 2k കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ +1 അപ്ലൈ ചെയ്യുന്ന പോലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, ലിമിറ്റ് അപ്ലൈ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് എക്സ് ടെൻസ് ടു 5 എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താടാ, എക്സ് സമം 5 എന്നാ, വേറെ ഇതിന് മീനിങ് ഒന്നുമില്ല. ലിമിറ്റ് എക്സ് 5-നോട് അടുക്കുന്ന ഒരു ഘട്ടത്തിൽ 5 ആവും, ദാറ്റ് ഈസ് x = 5. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ലിമിറ്റ് ആയിരുന്നു. പിന്നെ കുറേ പേര് ഡൗട്ട് എന്താ, മേളിലൊരു മൈനസ് ഇല്ലേ സാറേ, അപ്പോൾ -5 ആണോ അപ്ലൈ ചെയ്യേണ്ടത്? അല്ല, മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ളത് മാത്രമാണ്, അല്ലാണ്ട് -5 ഒന്നുമില്ല. എക്സിന് 5 കൊടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, 3 × 5 - 8. എല്ലാവരും ഒരുമിച്ച് അപ്ലൈ ചെയ്തോ, ഈസ് ഈക്വൽ ടു. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ ലിമിറ്റ് എഴുതണോ, വേണ്ട, ഒരു കാരണവശാലും ലിമിറ്റ് അപ്ലൈ എഴുതരുത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറേ പേർക്ക് കൺഫ്യൂഷൻ. x = 5, എക്സിന് 5 കൊടുക്കാം. എക്സ് ഉണ്ടോ, ഇല്ല, 2k ആണ്. 2k ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റുമ്പോൾ കൊണ്ടുപോയിട്ട് 5 കൊടുക്കാൻ പറ്റില്ല. ജനറലി നിങ്ങൾ ആലോചിക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെന്ന് ആലോചിക്കുക. ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. ഇതിൽ നമുക്ക് എന്ത് ഇൻപുട്ട് കൊടുത്താലും, ഇപ്പോൾ f(3) കാണാൻ പറഞ്ഞാലും ആൻസർ തന്നെ കിട്ടുക 5 കിട്ടുക. കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഓൾവേസ് കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താലും എന്ത് തന്നെ കിട്ടും. നമ്മളിവിടെ എക്സിന് 5 കൊടുത്തു, പക്ഷേ എക്സ് ആക്ച്വലി ഇല്ല. പക്ഷെ നമുക്ക് എന്താ കിട്ടുക, അപ്ലൈ ചെയ്തു, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താലും നമുക്ക് എന്തെന്നെ കിട്ടുക, 2k ആണ് കിട്ടുക. നമുക്ക് വേണ്ടത് k ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 3 × 5 എല്ലാവർക്കും അറിയാം 15 അല്ലേ, -8 സമം 2k അല്ലേ. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഞാൻ കൊണ്ട് എഴുതാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. 15 - 8 എത്രയാണ്, 15 8 പോലെ എത്രയാണ് അല്ലേ, 7 അല്ലേ, 7 അല്ലടാ, 7 സമം 2k. അപ്പോൾ k എന്താ കിട്ടുക, k ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, k ഇവിടെ നിർത്തുക, ഇവിടെ 7 ഉണ്ടടാ, ഇത് ഇൻറ്റു ആണ് അല്ലെ, ഇൻറ്റു 2 ഇപ്പുറത്തോട്ട് വന്നാൽ എന്തോടാ, /2 ആവും. അപ്പോൾ നമുക്ക് കെയുടെ ഉത്തരം നമുക്ക് എന്ത് കിട്ടോടാ, സിംപ്ലി നമുക്ക് എന്ത് കിട്ടോടാ, k = എന്ത് കിട്ടോടാ, 7/2. അപ്പോൾ വളരെ സിമ്പിളായി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാടാ, ആൻസർ ചെയ്യാവുന്ന കാര്യം ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഏട്ടാ. അപ്പോൾ തന്നെ എഴുതിയെടുത്തോ, ക്ലിയർ ആയിട്ട് കേട്ടോ. 100% എക്സാമിന് പ്രയോജനപ്പെടും, ഒരു ഡൗട്ടും ഇല്ല. കാരണം കണ്ടിന്യൂസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യനെ എക്സാമിന് വരുന്നുള്ളൂ. ആര് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും
വന്നേ പറ്റൂ കേട്ടാ. സാർ ഒരു 14 വർഷമായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അല്ലെങ്കിൽ വരുന്ന എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ എന്തുണ്ട്, ഇതിലുണ്ട്. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതവിടെ നിൽക്കട്ടെ കേട്ടാ. അത് വേറെ നിൽക്കട്ടെ. അതിൽ കെ അല്ലല്ലോ കാണാനുള്ളത്, അല്ല. സോ കെ ആണ് അല്ലേ, കെ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. കെയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സാമിന് കെയുടെ വരുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി വാല്യൂ, ഡിറ്റർമിൻ ഓർ ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. സോ ദാറ്റ് ദ ഫംഗ്ഷൻ, രണ്ട് വ്യത്യസ്ത ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ഇതേപോലെ തന്നെ എക്സ് ലെസ് ദാൻ 0, ഒന്ന് എക്സ് ഗ്രേറ്റർ ദാൻ 0. നിങ്ങൾ കണ്ടിന്യൂസിന്റെ പ്രോബ്ലം വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഫോർമുല എഴുതാന്നുള്ളതാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എഴുതാം. എല്ലാവരും എഴുതിക്കോ, നല്ല വൃത്തിയിൽ എഴുതിക്കോ എല്ലാവരും. ലിമിറ്റ് എക്സ് ടെൻഡ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. എല്ലാവരും ഒരുമിച്ച് എഴുതിക്കും. അതേ സെയിം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എല്ലാവരും എഴുതാം. അതിനുശേഷം സിയുടെ ഓൾറെഡി സാറേ ഇവിടെ എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നിട്ടില്ല, ഈ കണ്ടിന്യൂസ്നേ പറഞ്ഞിട്ടുള്ളൂ. ആ എക്സിന്റെ വാല്യൂ ഏത് നമ്പറിലാണ് അത് കണ്ടിന്യൂസ് സാറേ? അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ലിമിറ്റിന്റെ വാല്യൂകൾ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെ ഒബ്സർവ് ചെയ്തൊക്കെ നമുക്ക് എന്താ കാണേണ്ടത്? രണ്ട് സ്ഥലത്തും 0 ആണ്. അപ്പോൾ നമുക്ക് ഒന്നും തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതാ, ആ നമ്പർ ഇവിടെ ഉണ്ടായിരിക്കും. ആ നമ്പർ ഓൾറെഡി ആ ലിമിറ്റ്, ആ ഫംഗ്ഷൻ ഏത് ലിമിറ്റിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കി നോക്കി എത്രയിലാണ് കണ്ടിന്യൂസ്? 0-ലാണ്. ഓൾറെഡി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താ? ഈ 0-ലാണ് കണ്ടിന്യൂസ് എന്നാണ് അതിൻ്റെ മീനിങ്. അത് നമ്മൾ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ 0-ലാണ് കണ്ടിന്യൂസ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യടാ? ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് കൊടുക്കുന്നത് കൺഫ്യൂഷൻ വരും. അവിടെ നിൽക്കട്ടെ. റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് കൊടുക്കണം. ഇനി ഏത് എഫ് ഓഫ് എക്സ് ഏതിന് കൊടുക്കുന്നുള്ളതാണ്. ഏത് കൊടുത്താലും ഉത്തരം ഒന്നും മാറാൻ പോകുന്നില്ല, പക്ഷെ കൃത്യമായിട്ട് കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ്. ഓക്കെ, 0-നെക്കാട്ടി ചെറുത് പറഞ്ഞു അല്ലെ? 0-നെക്കാട്ടി ചെറുതാ, വാ പൊളിച്ചിരിക്കുന്നത് ഇതാണ് 0. അപ്പോൾ 0-നെക്കാട്ടി ചെറുതാണ് എക്സ്, ഇതാണ് ചെറുത്. അപ്പോൾ 0-നെക്കാട്ടി ചെറുതെന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ വരിക? ഇവിടെ കൊടുത്ത നൈസായിട്ട് കൊടുത്ത കെ ഇൻറ്റു അല്ലേ, നല്ല വൃത്തിയിൽ കൊടുത്ത എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അല്ലേ. കുറച്ച് വലുതാക്കി നിങ്ങൾ എഴുതിക്കോട്ടാ. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഫംഗ്ഷൻ? കോസ് എക്സ് ആണ്. സിംപ്ലി എന്താണ്? കോസ് എക്സ് ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കണം. സോ കെ ഇൻറ്റു 0 കൊടുത്തു കഴിഞ്ഞാൽ 0 സ്ക്വയർ പ്ലസ് 0 പ്ലസ് 1 സമം. ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോസ് എക്സിനാണ് 0 കൊടുക്കുന്നത്. സോ കോസ് 0. കോസ് 0യുടെ വാല്യൂ നമുക്കറിയാം. കോസ് 0 1. കോസ് 0ക്ക് ഭയങ്കര പ്രത്യേകത ഉണ്ട് അല്ലേ? കോസ് 0 1, സൈൻ 0 0, കോസ് 0 1. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഓക്കെ, അറിയില്ല ഇപ്പൊ പഠിച്ചോ. കോസ് 0 എത്രയാടാ? 1 ആണ് കേട്ടാ. അപ്പൊ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കെ അല്ലെ, 0 ഒക്കെ പോയി, പിന്നെ അതിൻ്റെ ഉള്ളിൽ 1 ഉണ്ട്. സോ കോസ് 0 1 ആണ്. സോ നമുക്ക് ഫൈനലി കെ ഇൻറ്റു 1 അല്ലെ. കെ ഇൻറ്റു 1 എത്രയാടാ? കെ തന്നെയാണ്, ദാറ്റ് ഈസ് 1. വളരെ സിമ്പിൾ. കെ ഈസ് ഈക്വൽ ടു 1. എക്സാമിന് വരും, നന്നായി ശ്രദ്ധിച്ചതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ്. ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. മെനക്കെട്ടി വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല, ഉറപ്പ് ഞാൻ പറയുന്നു കേട്ടോ. ഫുള്ള് നിങ്ങൾ കാണണം, എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കാണണം. അതേപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കണം. ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? സാർക്ക് വീണ്ടും വീണ്ടും പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് കെ അല്ലല്ലോ, അല്ല റിലേഷൻ അവിടെ നിൽക്കട്ടെ കേട്ടോ. കെ ആദ്യം തീർക്കട്ടെ. ഇനി കേണ്ട യെസ്. അടുത്തൊക്കെ ഇതൊക്കെ ജനറലി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. സോ ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ അല്ലേ, എന്ത് വന്നാലും നമ്മൾ ചെയ്യുന്നു. വരുന്ന നാളെ മറ്റന്നാളത്തെ എക്സാം ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യുന്നു. അതാണ് നമ്മൾ വേണ്ടത്. മനസ്സിലായില്ലേ? അവർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഇട്ടാലും നമുക്കത് ചെയ്യാൻ പറ്റണം. അല്ലാണ്ട് തലയും മാലില്ലാണ്ട് അവിടെ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ട് എക്സാമുകൾക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ 3 മാർക്ക് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. ഈ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 3 മാർക്ക് ധൈര്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യന് ഫൈൻഡ് കെ. സെയിം ക്വസ്റ്റ്യൻ. 2 ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 5-ലാണ് കണ്ടിന്യൂസ് എന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല, 5-ലാണല്ലോ കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതേ സെയിം ഫോർമുല എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത ഫോർമുല. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഴുതിക്കൂറാ. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. സെയിം ഫോർമുല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. വളരെ സിമ്പിൾ. എപ്പോഴും ഇവിടെ അപ്ലൈ ചെയ്യണം. ഈ ഫോർമുല കണ്ടാൽ തന്നെ 1/2 മാർക്ക് ഇട്ട് വരും. ഓക്കെ, അതിനുശേഷം ലിമിറ്റ് ഏത് നമ്പറിലാണ് ക്ലിയർ ആണല്ലോ? 5-ലാണല്ലോ. സോ 5 മൈനസ് ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുന്നോടത്ത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവട്ടെ അല്ലേ? 5 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ 5-നെക്കാട്ടും ചെറുത് കൃത്യമായിട്ട് അറിയാം. ഇനി കൂടുതലൊന്നും പറയണം, നിങ്ങൾക്ക് ഐഡിയ കിട്ടി തുടങ്ങിയെന്ന് മനസ്സിലായി അല്ലേ? കെ എക്സ് പ്ലസ് 1. അപ്പുറത്ത് 5-നെക്കാട്ടി കൂടുതൽ അല്ലേ? ആരെ ഫംഗ്ഷൻ? 3x - 5. എല്ലാവരും ഫംഗ്ഷൻ കൊടുക്കുക. സിംപ്ലി എക്സിന് 5 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സാധാരണ എക്സിന് 5 കൊടുക്കുക. അപ്പോൾ എന്താ അപ്ലൈ ചെയ്ത് എന്ത് വരിക? കെ ഇൻറ്റു 5 പ്ലസ് 1 സമം. ഇവിടെയും ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു എക്സിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, -5.
കെ ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5k അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ പറയാം. x2 എന്ന് പറയുമോ 2x എന്നല്ലേ പറയാം. k5 എന്ന് പറഞ്ഞാൽ 5k. അപ്പം നമുക്ക് എന്ത് വരും ഇവിടെ 5k + 1 സമം 3 × 5 എത്രയാടാ 15 സമം 5. സോ സിംപ്ലിഫൈ ചെയ്യാ. അടുത്ത സ്റ്റെപ്പ് എന്താ 5k + 1 സമം അല്ലേ 15 ന്ന് 5 കുറച്ചാൽ എത്രയാ 10. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. ഇനി കെ ആണ് കാണേണ്ടത്. കെ ഉള്ള പാർട്ടിനെ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തുക. 5k അവിടെ നിർത്തുക സമം 10. ഈ പ്ലസ് ഒന്ന് അങ്ങോട്ട് ചാടിയാൽ എന്താവും -1 ആവും അല്ലേ. 5k = എത്രയാടാ 9 ആണ്. സോ k = ഇത് ഇൻറ്റു ആണ് അല്ലേ. ഇൻറ്റു ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താടാ 9/5 ആണ്. വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് വൃത്തിയിൽ നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ ഈ കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാ ഇല്ല. ഇനി കെ ഉള്ള ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കേടാ മക്കളെ, നമ്മൾ കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒന്നും കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോക്കുന്നത് ഇനി റിലേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കെ ഉള്ളത് ചെയ്തു. ഈ ക്വസ്റ്റ്യൻ കെ ചെയ്തു. അടുത്തത് ഓക്കെ a + x ശ്രദ്ധിക്കുക. ഇനി ഈ കണ്ടിന്യൂസിൽ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കാം ഏട്ടാ. കെ തന്നെ നാളത്തെ എക്സാമിന് വന്നോളാം എന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കെ വന്നില്ലെങ്കിൽ പിന്നെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇതേ ഫോർമുല അപ്ലൈ ചെയ്യാനുള്ളൂ കേട്ടോ. ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ, നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുല തന്നെ. ഇനി നമ്മളോട് ചോദിക്കുക റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി വരും. ഇതാണ് രണ്ടാമത്തെ ടോപ്പിക് +2ലുള്ളത് കേട്ടോ, റിലേഷൻഷിപ്പ്. അപ്പോൾ ഈ ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നമുക്ക് അവസാനം എയും ബിയും കൂട്ടിയിട്ട് 5 കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ റിലേഷൻ. എയും ബിയും കൂട്ടുമ്പോൾ നമുക്ക് 5 കിട്ടുക എന്നുള്ള പറഞ്ഞാൽ എന്താണ് നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ റിലേഷൻഷിപ്പ് കാണാമെന്നുള്ളത്. സോ എല്ലാവരും ക്വസ്റ്റ്യൻ ചുമ്മാ ഒന്ന് വായിക്കുക. കൺസിഡർ ദി ഫംഗ്ഷൻ blah 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 f of x = a + x if x less than or equal to 2 b - x if x greater than 2 find the relation between a and b function is continuous at x = 2. അപ്പോൾ x = 2ൽ ഇത് ഓൾറെഡി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം ഫോർമുല എല്ലാവരും എഴുതിക്കോ. സെയിം ഫോർമുല ലിമിറ്റ് x → c - f of x സമം ലിമിറ്റ് എഴുതടാ ഫോർമുല c + f of x. ഇനി x ഏതിലാ കണ്ടിന്യൂസ്? കൃത്യമായിട്ട് 2ലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ഇത് എഴുതിക്കോ. ലിമിറ്റ് x → c. സിക്ക് നമ്മൾ എത്ര കൊടുക്കണം 2 - അല്ലേ 2 മൈനസ് നമുക്കൊരു ഫംഗ്ഷൻ കൊടുക്കണം. അറിയില്ലെങ്കിൽ ഇപ്പോൾ എഴുതണ്ട, നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം കേട്ടോ. 2 ഇനി ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് നോക്കാം. 2നെ കാട്ടി ചെറുത് ക്ലിയർ ആണ് a + x, ഒരു കൺഫ്യൂഷനും ഇല്ല അല്ലേ a + x. ഇനി 2നെ കാട്ടിയും വലുത് ഏതാണ് ഫംഗ്ഷൻ b - x. ഇത് കൃത്യമായിട്ട് കൊടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താടാ നമ്മൾ എന്ത് ചെയ്യുക ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് 2 കൊടുക്കുക അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ എന്ത് കിട്ടും a + 2 സമം റൈറ്റ് ഹാൻഡ് സൈഡിലും എന്ത് ചെയ്യുക എക്സിന് 2 കൊടുക്കുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും പറ b - 2. ഇനി ആരെ റിലേഷൻഷിപ്പാണ് വേണ്ടത്? എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ എനും ബിനും ഒരു സൈഡിലോട്ട് മാറ്റാം. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എ ഉണ്ട്, ഈ ബീനെ അങ്ങോട്ട് കൊടുത്താൽ എന്താ കൂടാ -b ആവും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി -2 ഉണ്ട്, ഇവിടെയുള്ള +2നെ അങ്ങോട്ട് കൊണ്ടാൽ എന്താവും -2 ആവും. അപ്പോൾ സിംപ്ലി a - bയുടെ ആൻസർ എന്താ -2 എത്രയാടാ -4. ഐഡി കിട്ടിയില്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ കൊടുക്കുക, ആൻസർ കിട്ടും. a - b എന്താണ് -4. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ്. അപ്പോൾ റിലേഷൻഷിപ്പ് കാണാന്ന് പറഞ്ഞാൽ ടഫ് ഒന്നുമില്ല. അതായത് എയിൽ നിന്നും ബി കുറച്ചാൽ ഉത്തരം -4 കിട്ടും. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അത്ര സിമ്പിളാണ് റിലേഷൻഷിപ്പ്. ചോദിച്ചാൽ സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ഇതിലൊരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. എന്താണ് ഫൈൻഡ് എ ആൻഡ് ബി. ഇത് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും കാണാൻ അത് ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്നായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കത് ചെയ്യണം. എയും ബിയും കാണാം. എന്നിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് കണ്ടിന്യൂസ് ആണ് 2ൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി തെളിയിച്ചു. a - b = -4 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടി. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് a + b = 2 എന്ന്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ നോർമലി എന്ത് ചെയ്യാം സോൾവ് ചെയ്യാനാണ് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളാണ് 2 ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. ഞാൻ ഇവിടെ കാണിക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് a + b = 2. നമ്മളെ കയ്യിലുണ്ട് എന്ത് a - b = -4. ഇത് നോർമലി സോൾവ് ചെയ്യുക. അതൊക്കെ എല്ലാവർക്കും സോൾവ് ചെയ്യാൻ അറിയുന്നതാണ് അല്ലേ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. 2 സൈഡിലൊന്ന് കൂട്ടുക, 2 സൈഡിലും കൂട്ടുക. നിങ്ങൾ കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കൂട്ടുകയാണ്. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്കറിയാം a + a എത്രയാണ് 2a ആണ് അല്ലേ. +b - b ക്യാൻസൽഡ് ആവും. റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂട്ടുകയാണ്. കാൽക്കുലേറ്ററിൽ നോക്കുക 2a + -4 പ്ലസും മൈനസും വന്നാൽ മൈനസ് ആണ്. 2a - 4 എത്രയാടാ -2 ആണ്. ഓക്കെ, -2. അപ്പോൾ എ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും -2/2 കിട്ടും. 2 ക്യാൻസൽ ആയ മൈനസ് അല്ല, ഉത്തരം എത്രയാടാ -1 ആണ് കേട്ടോ. ബോർഡിൽ സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം.
സോ എയുടെ ഉത്തരത്തിലൂടെ കിട്ടുക മക്കളെ -1. ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്യും, ഒരു പേപ്പർ എടുത്തിട്ട് സോൾവ് ചെയ്യും, സിമ്പിൾ സാധനമാണ്. A = -1. A -1 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ B കിട്ടാൻ വളരെ സിമ്പിളാണ്. ഞാനത് വായിക്കുന്നത്. B കിട്ടാൻ എന്ത് ചെയ്യുക, A + B = 2 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. A + B 2 ആണ്. അപ്പോൾ A -1 തൊട്ട് അവിടെ കൊടുത്താൽ മതി. -1 A സപ്ലൈ ചെയ്യുക, B = എന്ത് കിട്ടും, 2 കിട്ടും. B ഇവിടെ നിർത്തുക, -1 അങ്ങോട്ട് ചാടിയ +1. സോ B എത്ര കിട്ടൂടാ, B എത്ര കിട്ടും, 3 കിട്ടും. അതൊക്കെ സിമ്പിളാണ്, ജസ്റ്റ് സോൾവ് ചെയ്യലാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് സോൾവ് ചെയ്യുന്ന കാര്യമുള്ളൂ. ഓക്കേടാ, ബാക്ക് അടിച്ച് കാണണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്ക് അടിച്ച് കാണണേ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എയും ബിയും കാണാനുള്ള ക്വസ്റ്റ്യൻ നോക്കിയൊക്കെ. ഇത് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്തേ. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യടാ. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി സോ ദാറ്റ് ദ ഫംഗ്ഷൻ ബ്ലാ ബ്ലാ ബ്ലാ. സെയിം ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ ഓൾറെഡി ഈസ് കണ്ടിന്യൂസ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഏതിലാ കണ്ടിന്യൂസ് ഒന്നും കൃത്യമായിട്ട് പറഞ്ഞില്ല, പക്ഷേ നമ്മൾ ഐഡന്റിഫൈ ചെയ്തോളണം ഏതിലാ മക്കളെ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ നമ്പർ കാണാണ്ട, 2 2 2 2 എന്ന് പറഞ്ഞ നമ്പർ കാണാം. അപ്പോൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടിരിക്കില്ല. കൊന്നിക ക്വസ്റ്റ്യൻ പറയും x = സംതിങ്ങിൽ കണ്ടിന്യൂസ് ആണ്, അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇവിടെ നോക്കിയാൽ കിട്ടും. ഏതാടാ, 2ലാണ്. ബ്ലാ 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 ഇക്വേഷൻ വീണ്ടും എഴുതുക, എല്ലാവരും എഴുതിക്കോ. ലിമിറ്റ് x → c - f(x) എല്ലായിടത്തും സെയിം ഇക്വേഷൻ ആണ്. ലിമിറ്റ് x → c + f(x) സെയിം ഇക്വേഷൻ. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ എത്രയിലെ കണ്ടിന്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, 2 - ഫംഗ്ഷൻ ഇപ്പം തന്നെ എഴുതിക്കോ. 2 - 2 കാട്ടി ചെറുതേതാ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം. എന്താടാ, ax² - 1 സമം ലിമിറ്റ് x → 2 + 2 കാട്ടി വലുത് വാപ്പൊളിച്ചിരിക്കുന്നത് ഏതാടാ, bx + 3 അല്ലേ, bx + 3. ഇതേപോലെ ലിമിറ്റ് അപ്ലൈ ചെയ്തോ. x-ന് 2 കൊടുക്കുക. അപ്പോൾ a × ax² ആണല്ലേ, a² അല്ല കേട്ടോ, ax² എന്നാണ്. സോ a × 2² - 1 സമം b × 2 + 3 അല്ലേ. എക്സിന് മാത്രം വാല്യൂ കൊടുക്കുക. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമുക്ക് സിംപ്ലി എന്ത് കിട്ടും, 4a. a4 എന്ന് പറഞ്ഞാൽ 4a. 4a - 1 = 2b + 3. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആകും വെച്ച്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനും ബിനും ഇടത് ഭാഗത്ത് കൊടുത്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് നോക്കാം. ഇടത് ഭാഗത്ത് ഓൾറെഡി 4a ഉണ്ട്. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 2b ഉണ്ട്. 2b ഇങ്ങോട്ട് കൊടുത്താൽ എന്താവും, -2b ആവും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി എത്ര ഉണ്ട്, 3 ഉണ്ട്. +3 എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്. ഈ -1 തൂക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടാൽ എന്താ കൂടാ, +1 ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ, 4a - 2b = എത്ര കിട്ടും, 4 കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എയുടെയും ബിയുടെയും റിലേഷൻഷിപ്പാണ്. കോമൺ ഉണ്ടാന്ന് നോക്കാം. 4 എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി എന്താടാ, 2 × 2 അല്ലേ. ഇവിടെ ഓൾറെഡി 2 ഉണ്ടല്ലോ. അപ്പോൾ 2 കോമൺ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ, 2a അല്ലേ. ഇവിടുന്ന് ഒരു 2 വന്നാൽ പിന്നെ 2a അല്ലേ. മൈനസ് വരും, b വരും, സമം 4 കിട്ടും അല്ലേ. അപ്പോൾ 2a - b ഇവിടെ നിർത്തി കഴിഞ്ഞാൽ 4. ഈ 2 ഇൻറ്റു ആണ് അല്ലേ. ഇൻറ്റു അങ്ങോട്ട് പോയാൽ എന്താവും, /2. കട്ടാക്കി കഴിഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് കിട്ടിയടാ 2a - b = 2 എന്ന് പറയുന്നതാണ് റിലേഷൻഷിപ്പ്. എന്താണ് റിലേഷൻഷിപ്പ്, 2 അല്ലെ 2നെ a കൊണ്ട് ഗുണിച്ച് -b ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 കിട്ടും. ദാറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a ആൻഡ് b. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. എനും ബിനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്താടാ, സോൾവ് ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് തന്നെ നമ്മൾ നാളെ വരുന്ന മറ്റന്നാൾ ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഇത് മൊത്തത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇത് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. ഇതിൽ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 100% ഞാൻ ഗ്യാരണ്ടീസ് ചെയ്യുന്നു നിങ്ങൾക്ക് നാളത്തെ എക്സാമിൽ, മാത്സ് എക്സാം നിങ്ങൾ 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. 100% ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എ ആൻഡ് ബി. ഇവിടെ റിലേഷൻ അല്ല, സിംപ്ലി എയും ബിയും എന്താ എന്നാണ് കാണേണ്ടത്. അപ്പോൾ എയും ബിയും നമുക്ക് കണ്ടെത്താം. വളരെ സിമ്പിൾ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ദ ഫംഗ്ഷൻ ബ്ലാ 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 ഫംഗ്ഷൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്തോ ഫംഗ്ഷനൊക്കെ അവിടെ തന്നോട്ടാണ്, നമ്മൾ നെവർ മൈൻഡ്. നമ്മൾ ബേസിക്കലി ഇവിടെ ഓൾറെഡി പറയുന്നത് എന്താണ്, ഈസ് കണ്ടിന്യൂസ് എന്നാ. ഈ സ്റ്റേറ്റ്മെന്റിൽ ട്രസ്റ്റ് ചെയ്യാം. ഈസ് കണ്ടിന്യൂസ്. ഏതിൽ കണ്ടിന്യൂസ്, ഈസ് കണ്ടിന്യൂസ്. ഏതിൽ ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു, മലയാളത്തിൽ ആകുന്നു അല്ലെ. ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഏതിലോ കണ്ടിന്യൂസ്. ഇവിടെ കിടക്കുന്ന നമ്പറുകളിലാണ് കണ്ടിന്യൂസ്. 2 ഉണ്ട്, 10 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, 2 ഉണ്ട്, 10 ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ ആകെ 2 നമ്പറേ ഉള്ളൂ, 2ഉം 10ഉം. 10 2 വട്ടം റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ 2 നമ്പറിലെ കണ്ടിന്യൂസ്, 2ലും കണ്ടിന്യൂസ് ആണ്, 10ലും കണ്ടിന്യൂസ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് 2ൽ കണ്ടിന്യൂസ് ഉള്ളത് കാണാം, ഒന്ന് 10ൽ കണ്ടിന്യൂസ് ഉള്ളത് കാണാം. അതോടുകൂടെ പ്രോബ്ലം കഴിയും. അപ്പോൾ എയും ബി ഒക്കെ കിട്ടും. നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫോർമുല എഴുതാം. പഴയ പോലെ ഫോർമുല എല്ലാവരും പറഞ്ഞ ഫോർമുല, ലിമിറ്റ് x → c - f(x) = എഴുതിക്കൂടാ ഫോർമുല c+. നമുക്ക് സമയമില്ല, വേഗം പഠിച്ചൂട്. അപ്പോൾ സി നമ്മൾ ആദ്യം 2 എടുക്കാം അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, x = 2. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്ക് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യല്ല, ഓൾറെഡി കണ്ടിന്യൂസ് ആണ് കേട്ടോ. 2 - ഫംഗ്ഷൻ പറ, 2നും കാട്ടി ചേർത്ത്. സാറേ ഇവിടെയും 2 കാണാണ്ട്, ഇവിടെയും 2 കാണാണ്ട്, എനിക്ക് കൺഫ്യൂഷൻ. എന്താണ്, 5 ആണോ എഴുതേണ്ടത്, x + b ആണോ എഴുതേണ്ടത്? നിങ്ങൾ പറ. എന്താ 2നും കാട്ടി ചെറുത് പറഞ്ഞാൽ 5 ആണ്,
രണ്ടും 2 എന്ന് പറഞ്ഞാലും 5 ആണ് ഉത്തരം. ഫംഗ്ഷൻ 2നെ കാട്ടി ചെറുത് എന്ന് പറഞ്ഞാലും 5 ആണ്. പക്ഷെ ഇവിടെ നോക്കിയേ, ഇത് രണ്ടും 10നും ഇടക്ക് എന്നാ മീനിങ്. 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ മീനിങ്? 2നും 10നും ഇടക്കുന്നത്. 2നും 10നും ഇടക്കാണോ ചോദിച്ചത്? അല്ല, എക്സാക്ട്ലി 2 ആകുമ്പോഴെന്താന്നാ? അപ്പോൾ സോറി 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2നെ കാട്ടി ചെറുതാവുമ്പോൾ എന്താന്നാ? 2നെ കാട്ടി ചെറുതാവുമ്പോൾ എന്താ? കൃത്യമായിട്ട് ഫംഗ്ഷൻ എന്താ? 5 ആണ്. സമം അടുത്തെന്താ? ലിമിറ്റ് എക്സ് ടെൻസ് അല്ലേ, ഇതേ നമ്പർ അവിടെ കൊടുക്കുക 2 പ്ലസ് അല്ലേ. ഫംഗ്ഷൻ പറ 2നെ കാട്ടിയും വലുത്. 2നെ കാട്ടിയും വലുത് സാറേ 2ഉം 10നും ഇടക്കാണ് ആണ്. നമ്മളെ ഫംഗ്ഷൻ എന്താ വരിക? AX + B ആണ് വരിക. AX + B. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, 2നെ കാട്ടി വലുത് വരുമ്പോൾ 21 വരില്ല. കാരണം സോ അതങ്ങനെയല്ല, 10നെ കാട്ടിയും വലുത് വരുമ്പോഴാണ്. 10നെ കാട്ടിയും വലുതല്ലല്ലോ പറഞ്ഞത്, 2നെ കാട്ടിയും വലുതല്ലേ. അപ്പോൾ 2നെ കാട്ടിയും വലുത് ഏതാ വരിക? AX + B ആണ്. സിംപ്ലി എന്താണ് ഇത്? കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്താലും എന്തെന്നെ? നമ്മൾ നേരത്തെ പറഞ്ഞു 2Kയുടെ കേസൊക്കെ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്താലും എന്താണ്? 5 തന്നെയാണ്. ഇവിടെ ലിമിറ്റ് നമ്മൾ എക്സിന് 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? A × 2 + B വരും. ഇനി സിംപ്ലിഫൈ ചെയ്തോ. 5 സമം പറ A × 2 എന്ന് പറഞ്ഞാൽ 2A അല്ലേ. 2A + B ആണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ എന്താ കണ്ടത്? എയും ബിയുടെ റിലേഷൻഷിപ്പ് ആണ് അല്ലേ. ഇത് നമ്മൾ തിരിച്ചെഴുതാം. അപ്പോൾ 2A + B = 5. ഇത് തന്നെ ഒരു ഇക്വേഷൻ. ഇവിടെ റിലേഷൻഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. സിംപ്ലി നമുക്കിവിടെ റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടൊന്നുമില്ല. റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ 2A + B = 5 എന്ന് പറയാം. പക്ഷേ ഇവിടെ റിലേഷൻഷിപ്പ് അല്ല ചോദിച്ചുള്ളത്, എയുടെയും ബിയുടെയും എക്സാക്ട് വാല്യൂ എന്താണ്. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ നമ്പർ കിട്ടി. എങ്ങനെ കിട്ടി? x2 കണ്ടിന്യൂസ് ആണെന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ എന്ത് കിട്ടി? ഒരു ഇക്വേഷൻ കിട്ടി. ഇതേപോലെ നമ്മൾ എന്ത് പഠിക്കണം? x 10 പഠിച്ചാൽ നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കിട്ടും. എല്ലാവരും ഒന്ന് എഴുതിക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യും കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്തോ, സ്ക്രീൻഷോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വായിച്ചു കളയുന്നു കേട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാനെന്താ ഇങ്ങനെ ഇവിടെ ഈ ഭാഗം ഞാൻ വായിച്ചു കളയുന്നു. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്യുന്നത്? എക്സിന് നൈസായിട്ട് 10 നമ്മൾ കണ്ടിന്യൂസ് ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കി നോക്കെ ലിമിറ്റ് x ടെൻസ് ടു 10 - f(x) = ഒരുമിച്ച് എഴുതോട്ടാ 10 + ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ നമുക്ക് കൊടുക്കാം. ഇപ്പം തന്നെ ഫംഗ്ഷൻ കൊടുക്കുക. 10നെ കാട്ടി ചെറുത്. നിങ്ങൾ പറ 10നെ കാട്ടി ചെറുത് ഫംഗ്ഷൻ ഏതാടാ? AX + B ആണ് അല്ലേ. അത് മനസ്സിലായി എന്നാ വിചാരിക്കുന്നത്. 10നെ കാട്ടി ചെറുത് AX + B ആണ്. 10നെ കാട്ടിയും വലുത് എന്താടാ? 21 ആണ്. നിങ്ങൾ നോക്കിയാൽ 10നെ കാട്ടിയും വലുത് വാപ്പൊളി അല്ലേ. 10നെ വാ പൊളിച്ചിരിക്കുന്ന x. 10നെ കാട്ടിയും വലുത് ഏതാ ഫംഗ്ഷൻ? 21 ആണ്. ലിമിറ്റ് 10 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടണം? A × 10 + B. ഇവിടെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്താലും എത്ര തന്നെ കിട്ടുക? 21 തന്നെ കിട്ടുക. സോ A × 10 എന്ന് പറഞ്ഞാൽ 10A. അപ്പോൾ ഞാനിത് ഇവിടെ കാണിക്കാം. 10A. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? 10A + B = 21. അത്രയേ ഉള്ളൂ. ഇക്വേഷൻ നമ്പർ എത്രയെന്ന് പറയാം? അയ്യോ ഇവിടെ പോയി. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഓക്കെ, നിങ്ങൾ നോക്കി നോക്കാം. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നു. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ, വേണ്ട ആളുകളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ നമ്മളത് സോൾവ് ചെയ്യണം. ഈ 2 ഇക്വേഷൻ ഞാൻ സോൾവ് ചെയ്യാണ്. ഞാനിവിടെ ഞാൻ വായിക്കുകയാണ്. ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യാണ് കേട്ടോ. ഒന്നാമത് അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക? വലുത് ആദ്യം എഴുതിക്കോ. സോൾവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? 10A + B = 21. എളുപ്പത്തിനാണ് ഞാൻ പറയുന്നത് സോൾവ് ചെയ്യാൻ കേട്ടോ. പിന്നെ ചെറുതാണ് എന്ത്? 2A + B = എത്രടാ? 5. വളരെ സിമ്പിളാണ്. ജസ്റ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിക്കേ, ബിയും - ബിയും ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ ഒരാൾ ക്യാൻസൽ ആവുക എന്നുള്ള സോൾവിൻ്റെ പ്രാഥമിക ഐഡിയ കേട്ടോ. അപ്പോൾ B - B ക്യാൻസലായി. 10A - 2A എന്ന് പറഞ്ഞാൽ സിംപ്ലി എത്രടാ? 8A. ഇടത് ഭാഗത്ത് മൈനസ് ആണെങ്കിൽ വലത് ഭാഗത്ത് മൈനസ് തന്നെ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. 21 5 പോവാം അല്ലേ. 20 5 പോയി കഴിഞ്ഞാൽ 15 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? 16 ആണ് കിട്ടുക അല്ലേ. 16 5 21 അല്ലേ. 16 ആണ്. അപ്പോൾ A ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തിടാ 16/8. 16 എന്താ? 1 8 2 16. അപ്പോൾ A എത്ര കിട്ടുവാടാ? 2 തവണ പോകും അല്ലേ. 16 8 2 തവണ അല്ലേ പോവാ. അപ്പോൾ A = 2 കിട്ടും. ഇനി B കിട്ടാൻ പ്രയാസമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നമ്മൾ കൊടുക്കാം. ഞാൻ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 പറയുന്നത് 2A + B = എത്രയാടാ? 5 ആണ്. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Aക്ക് 2 കൊടുത്താൽ എന്ത് കിട്ടും? 2 × 2 + B = 5. 2 × 2 എത്രയാടാ? 4 + B = 5. B നിർത്തി കഴിഞ്ഞാൽ ഈ +4 ഇത് പോസിറ്റീവ് 4 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ -4. B = എത്ര കിട്ടുമോടാ? 1 കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്ന പ്രോബ്ലം. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലത്തെ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണം കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ടു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് A and B if the function f(x) blah 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 functions. ഫംഗ്ഷൻ എന്ത് വരുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഫംഗ്ഷൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഒന്നാമത് നമുക്ക് വരുന്ന എക്സാം, മറ്റന്നാളത്തെ എക്സാമിന് ഈ ഫംഗ്ഷൻ മാത്രമേ എക്സാമിന് വരുള്ളൂ. ഇതിലുള്ള ഫംഗ്ഷൻസ് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇനി എന്ത് ഫംഗ്ഷൻ വേണമെങ്കിൽ ചോദിച്ചോട്ടെ ഏട്ടാ. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഫംഗ്ഷൻ ചോദിക്കാൻ ചാൻസ് ഇല്ല, അത് വേറെ കാര്യം. ഇതിലുള്ള ഫംഗ്ഷൻ സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ ഏട്ടാ. അപ്പോൾ ഫംഗ്ഷൻ ഞാൻ മെയിൻ ചെയ്യുന്നില്ല, ബ്ലാ 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 ഫംഗ്ഷൻ എന്നേ പറയുന്നുള്ളൂ ഏട്ടാ. എന്തായാലും നിങ്ങൾ നോക്കുക, ഫൈൻഡ് A and B അല്ലേ. കണ്ടിന്യൂസ് എന്ന ചാപ്റ്റർ എന്നാണെന്ന് അറിയാൻ പറ്റും. കണ്ടിന്യൂസ് എന്നുള്ള വേർഡ് ഉണ്ടാവും, ചിലവർക്ക് പേടി അത് ഏത് ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ വന്നു. കണ്ടിന്യൂസ് കാണുന്ന കണ്ടിന്യൂറ്റി
ഓക്കെ, ഡിഫറൻഷിയേഷൻ കണ്ടിന്യൂറ്റി അല്ലേ, ആ ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. -2 ഇൻ ബിറ്റ്വീനിലുള്ള ഓൾറെഡി ഇത് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. -2നും 2ക്കും ഇൻ ബിറ്റ്വീനിലുള്ള എല്ലാ നമ്പറിലും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കി കഴിഞ്ഞാൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. നമുക്ക് 3 ആളുകളെ കിട്ടും. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. 3 ആളുകളെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടിന്യൂസിറ്റി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എടുക്കാൻ പറ്റുന്ന എന്താണ്, 0യും 1 ആണ്. നമുക്ക് 2 എണ്ണം മതി, നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ 0, 1ഉം 2ഉം ഒക്കെ എടുക്കണം എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി നമ്മൾ കേട്ടോ. ഫസ്റ്റ് എന്തായാലും -2ക്കും 2ക്കും ഇൻ ബിറ്റ്വീനിലൊക്കെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 0യും 1ഉം 2ഉം ഒക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. നമുക്ക് വേണ്ടത് എന്താ, എയും ബിയും കണ്ടെത്തുക എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ. സെയിം ഫോർമുല സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരും എഴുതിക്കോ ഫോർമുലയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. C - f of x equal to ലിമിറ്റ് ഫോർമുല പറയടാ C + f of x. ഫസ്റ്റ് നമുക്ക് 0 എടുക്കാം. നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. 0 എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ +1 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. sin x by x അല്ലെ, ലിമിറ്റ് x → 0 sin x by x എന്ന് പറഞ്ഞാൽ 1 ബ്യൂട്ടിഫുൾ ഫോർമുല ഓർക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കേ, +1 സാറേ +2 തന്നെ ഓർമ്മയില്ല, ഞാൻ +2 ആണ് അല്ലേ. പക്ഷെ നമ്മൾ ഇത് ആവശ്യമാണോ അവിടെ എടാ, ഇതിന്റെ റിസൾട്ട് 1 ആണ്. നമ്മൾ ഓൾറെഡി +1 പഠിച്ചിട്ടുണ്ട് കേട്ടോ. ലിമിറ്റ് x → 0 sin x by x = 1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് x 0 ആയിട്ടാണ് തന്നെ എടുക്കാം. അപ്പോൾ ഫസ്റ്റ് x 0 നമ്മൾ ചെക്ക് ചെയ്യുന്നു. ലിമിറ്റ് x → 0 അല്ലേ, 0 മൈനസ് അല്ലേ, 0 എന്ന് പറഞ്ഞാൽ എന്താടാ, 0നെക്കാട്ടി ചെറുത് എന്ന് പറഞ്ഞാൽ ഏതാ വരിക, sin x ആണല്ലേ, sin x by x. അടുത്ത എന്താടാ, ലിമിറ്റ് x → 0 + 0നെക്കാട്ടി വലുത് ഏതാ വരിക, ക്ലിയർ ആണ്, a × 2x അല്ലേ, a × 2x കേട്ടോ, a × 2x. ജസ്റ്റ് നമുക്ക് ഈ വാല്യൂ ഓൾറെഡി നമുക്ക് അറിയടാ. ഇതിന്റെ വാല്യൂ എത്രയാടാ, 1 ആണ്. ഞാനിവിടെ കാണിക്കാം 1 കേട്ടോ. അത് പ്രോപ്പർട്ടി ആടാ. എങ്ങനെ സാറേ 1 കിട്ടിയത്, അത് പ്രോപ്പർട്ടിയാണ്, +1 പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഒബ്വിയസ്ലി ഓർമ്മ ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ x-ന് 0 കൊടുത്ത പറ എന്താ വരിക, ലിമിറ്റ് x → 0 0 + ഇവിടെ നന്നായി ശ്രദ്ധിക്കണം, a × 2⁻0. മക്കളെ പഠിച്ചോ, എന്തിൻ്റെയും പവറിൽ 0 ആണെങ്കിൽ നമ്മൾ ജനറലി പഠിക്കുക എനിത്തിങ് പവർ 0 എന്നാണ്. എന്തിൻ്റെ പവറിൽ 0 ഇട്ടാലും 1 ആണ്. ഓക്കെ, 1 = a × എത്രയാടാ, 1 ആണ്. സോ a × 1 എന്ന് പറഞ്ഞാൽ എത്രയാടാ, a ആണ് അല്ലേ. സോ 1 അല്ലേ, എയുടെ വാല്യൂ കിട്ടി, 1 ആണ് എയുടെ വാല്യൂ. ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. ഓക്കെ, സാർ ഇതിമ തന്നെ ചെയ്തു പോകണം, അതുകൊണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ശരി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഇതിമ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ നൈസായിട്ട് മാറ്റി കൊടുത്ത് 1. ഓക്കെ, 1 മാറ്റി കൊടുത്ത്, 1 മാറ്റി കൊടുത്ത് എത്ര കിട്ടും നോക്കാം. ഇതേ ഫംഗ്ഷൻ ലിമിറ്റ് x → 1 + അല്ലെ 1 - ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയതുകൊണ്ട് 1നെക്കാട്ടി ചെറുതേതാ മക്കളെ, ഇതാണ് 1. സാറേ ഇവിടെ 1 കാണാണ്ടല്ലോ, ഇത് മക്കളെ 1നെക്കാട്ടി ചെറുതെന്നില്ല, 1ഉം 2നും ഇൻ ബിറ്റ്വീനിലുള്ള വാല്യൂ ആണ്. ഇതാണ് 1നെക്കാട്ടി ചെറുത്. 1നെക്കാട്ടി ചെറുത് ഏതാ വരുന്നത്, a × എന്താടാ 2x ആണ്, സമം ലിമിറ്റ് x → 1 + 1നെക്കാട്ടി വലുത് ഏതാ ഫംഗ്ഷൻ പറ, 1നെക്കാട്ടിയും വലുത് അല്ലേ. 1നെക്കാട്ടിയും വലുത് എന്ന് പറഞ്ഞാൽ 1ഉം 1നെക്കാട്ടി ചെറുതാണ്. 1നെക്കാട്ടിയും വലുത് എന്ന് പറഞ്ഞതാണ് 1ഉം 2നും ഇടയിലല്ലേ. 1നെക്കാട്ടിയും വലുത് എന്ന് പറഞ്ഞാൽ ഏതാണ് ആൻസർ വരിക, b + x ആണ്. ഓക്കെ, ഇനി x-ന് 1 കൊടുക്കുക. 1 കൊടുത്താൽ എന്താ കിട്ടുക, a × 2⁻1 സമം ഇവിടെ x-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ b + 1. 2⁻1 എന്ന് പറഞ്ഞാൽ 2 ആണ്, ദാറ്റ് ഈസ് 2a. ഇതെങ്ങനെ സാറേ കിട്ടി, 2⁻1 എന്ന് പറഞ്ഞ സ്റ്റെപ്പ് എടുക്കാം. ചില ആളുകൾക്ക് ഇത്ര ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടാവും. 2. ഓക്കെ, അപ്പോൾ a2 എന്ന് പറഞ്ഞാൽ 2a സമം റൈറ്റ് ഹാൻഡ് സൈഡ് എന്താടാ, b + 1 ആണ്. സാറേ ഇനി നമുക്ക് എങ്ങനെ b കിട്ടുക സാറേ ഇവിടെ എയും ബിയും ഇല്ലേ. എടാ b നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടെത്തി, b എത്രയാണ്, 1 ആണ്. മുന്നേ എഴുതി വെച്ചിട്ടില്ലേ b 1 ആണെന്ന്. അപ്പോൾ നമ്മൾ എഴുതാ 2a = 1 + 1. അപ്പോൾ 2a = എന്താടാ 2 കിട്ടും. അപ്പോൾ a സാറേ എന്താ 2/2. 2/2 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ ഒരേ നമ്പർ ആണെങ്കിൽ a എത്രയാടാ 1. സാറേ ഇവിടെ എയും ബിയും എന്താണ് സാറേ 1 ആണ്. അപ്പോൾ വളരെ സിമ്പിളാണ് പ്രോബ്ലംസ് ഒക്കെ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ സ്പീഡിൽ പറഞ്ഞ് നോക്കണ്ട, നമുക്ക് എക്സാം ആയതുകൊണ്ടാണ്. നിങ്ങൾ വേഗം ബാക്ക് അടിച്ചിട്ടൊക്കെ കാണാം, വല്ല കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, ഇല്ല മക്കളെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ പറ, നിങ്ങൾ കണ്ടിന്യൂസ് എക്സാം നാളെ എഴുതൂലേ, അടുത്ത എക്സാമിന് 100 ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് കംപ്ലീറ്റ് പറഞ്ഞ പ്രോബ്ലം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും, എക്സാമിന് ആൻസർ ചെയ്യും. ഓക്കെ, ക്ലാസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരാം, നിങ്ങളുടെ കമൻറ്റ് അടിയിൽ എഴുതുക. നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സാണ് വേണ്ടത് വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ സാർക്കൊരു എനർജി ഉണ്ടാവും, നിങ്ങൾക്ക് പുതിയ ക്ലാസ്സുകൾ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊക്കെ ഒന്ന് പഠിക്കട്ടെ കേട്ടോ. കാരണം വരുന്ന എക്സാം എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള പേടിയുള്ള ആളുകളാണ്. നിങ്ങൾ കൃത്യമായിട്ട് ടോപ്പിക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുന്നൊന്നല്ല, ആ ടോപ്പിക്കിൽ ഇപ്പോൾ ഇത് ഡെപ്ത് ആയിട്ട് ചെയ്തത് എന്തുകൊണ്ടാണ്, കാരണം ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എക്സ്പെക്ട് ചെയ്തത് കൊണ്ടാണ്.
അപ്പോൾ നോർമൽ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണെങ്കിൽ ഇത്രയും ഡെപ്തിലൊന്നും ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ക്ലാസ് കൊടുക്കുന്നില്ല. ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, ഇത്രയും ഡെപ്തായിട്ടൊന്നും ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എല്ലാ ക്വസ്റ്റ്യൻസും എൻ്റേതായ ഇൻ്റലിജൻസ് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ വന്നാലും ഇതിൽ ലോക്കിംഗ് വിടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ നാളെ വരുന്ന എക്സാം നിങ്ങൾ എഴുതും. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവരും കൂടെ പഠിക്കട്ടെ. ഓക്കേടാ. അപ്പോൾ അടുത്ത ടോപ്പിക്ക് ഏതാണെന്ന് നിങ്ങൾ പറയുക, ആ ടോപ്പിക്കുമായിട്ട് ഞാൻ വീഡിയോ വരുന്നതാണ്. ബൈ ബൈ.